ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണത്. നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഇനി നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. 2-3 മിനിറ്റൊക്കെ ആകണ സമയത്ത് ഇതുപോലെ നമ്മുടെ പഞ്ചസാരയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്ന് തുടങ്ങും. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടോ, ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഒപ്പം തന്നെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരളവിലാണ് പഞ്ചസാര ചേർക്കണതെങ്കിൽ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർക്കണേ. നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള ഹൽവയാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1/2 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കണത്. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് നെയ്യൊക്കെ ചേർത്തിയില്ലോന്ന്. ഇത് ഹൽവയല്ലേ, നമ്മൾ കുറച്ച് നെയ്യ് ചേർത്തിയാൽ തന്നെയായിട്ടോ നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കണത്. കശുവണ്ടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കശുവണ്ടിയുടെ ഷെയ്ഡൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ ഒരു നെയ്യിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരണ സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള ഹൽവയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിത് ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ 10 മിനിറ്റായി. അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടില്ലേ. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കണത്. നല്ല ചൂടായിട്ടുള്ള ഷുഗർ സിറപ്പ് വേണേ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിന് ചൂട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ കുറുകി വരും. ഈ സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാരമലൈസ് ചെയ്ത ഷുഗറില്ലേ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇതിനും ചൂട് കുറവാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണേ ഒഴിക്കാനായിട്ട്. നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ കാരമലൈസ് ചെയ്ത് ഷുഗർ ചേർത്തിയത്. ഇനി 1-2 മിനിറ്റ് നേരം കൂടെ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കശുവണ്ടിയും 2 നുള്ളി ഉപ്പും നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് ഹൽവ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. പക്ഷേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ബട്ടർ പേപ്പറിൽ കൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് തന്നെ നല്ല രസമല്ലേ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ പൊതിഞ്ഞിട്ടെടുക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഗോതമ്പ് ഹൽവ തയ്യാറാക്കാനായിട്ട് അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്